ഈ സീസൺ IPL ആദ്യ ക്വാളിഫയർ മത്സരമാണ് ഇന്ന് നടക്കാനായി പോകുന്നത്. പോയിന്റ് പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സും RCBയും തമ്മിലാണ് ഈ മത്സരം നടക്കാനായി പോകുന്നത്. ഈ മത്സരത്തിനുള്ള ടീമിന്റെ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ജയിക്കുന്ന ടീമിന് ഡയറക്റ്റ് ഫൈനൽ ക്വാളിഫിക്കേഷൻ ആയതിനാൽ തന്നെ എന്ത് വില കൊടുത്തും ഇന്നത്തെ മത്സരം ജയിക്കാൻ തന്നെയാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ആദ്യം തന്നെ പഞ്ചാബ് കിങ്സിന്റെ പ്ലേയിങ് 11 ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ ടീമിലെ സൂപ്പർ താരമായിരുന്ന മാർക്കോ ജാൻസൺ ഇന്നത്തെ മത്സരത്തിന് അൺഅവൈലബിൾ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ ദേശീയ ടീമിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായി ഇന്ന് അസ്മത്തുള്ള ഒമർ സായി ആയിരിക്കും ടീമിന് വേണ്ടി കളിക്കാനായി എത്തുക എന്നാണ് പഞ്ചാബിന്റെ പ്ലേയിങ് 11 ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. ഈ ഒരു മാറ്റത്തോടു കൂടിയുള്ള പഞ്ചാബിന്റെ ഇന്നത്തെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്, ജോഷ് ഇംഗ്ലീസ്, ശ്രേയസ് അയ്യർ, നേഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് ടോയിനിസ്, അസ്മത്തുള്ള ഒമർ സായി, കൈൽ ജാമിസൺ, ഹർപ്രീത് ബ്രാർ, അർഷ്ദീപ് സിംഗ്, യുസ്വേന്ദ്ര ചഹൽ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. കഴിഞ്ഞ 2 മത്സരമായി ടീമിന് വേണ്ടി ചഹൽ കളിച്ചിരുന്നില്ല. എന്നാൽ താരം ഇഞ്ചുറിയിൽ നിന്നും റിക്കവർ ആയിട്ടുണ്ട് എന്നും ഇന്ന് ആദ്യ ക്വാളിഫയറിനായി സെലക്ഷൻ അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമെന്നുമാണ് ഏറ്റവും പുതിയ ടീം റിപ്പോർട്ടിൽ പറയുന്നത്. RCBയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ശ്രദ്ധേയമായ മാറ്റം തന്നെയാണ് ഇന്ന് ടീമിന്റെ ഭാഗത്തു നിന്നും കാണുന്നത്. പരിക്ക് മൂലം ടീമിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ജോഷ് ഹേസൽവുഡ് ഇന്ന് ടീമിന് വേണ്ടി കളിക്കാനായി എത്തുമെന്നുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ അവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഇനി ഹേസൽവുഡ് ടീമിലേക്ക് എത്തുമ്പോൾ ഏത് താരമായിരിക്കും പുറത്തേക്ക് പോവുക എന്നുള്ള ചോദ്യം തന്നെയാണ് എത്തുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഹേസൽവുഡിന് പകരം ടീമിലെത്തിയ നുവാൻ തുഷാര തന്നെ ടീമിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പ്ലേയിങ് 11 ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിൽ കാണുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മികച്ച പ്രകടനമായിരുന്നു തുഷാര പുറത്തെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിർണായക മത്സരത്തിനായി ഇറങ്ങുമ്പോൾ തുഷാരയെ കൈവിടാൻ ചിലപ്പോൾ ടീം തയ്യാറായേക്കില്ല. അങ്ങനെയെങ്കിൽ ടീമിന്റെ ഓവർസീസ് കോമ്പിനേഷൻ ഒന്നുകൂടി ഇവിടെ തയ്യാറാക്കേണ്ടി വരും. ഫിൽ സോൾട്ടും ലിയാം ലിവിങ്സ്റ്റണും ജോഷ് ഹേസൽവുഡും ടീമിലെ സ്ഥാനം ഉറപ്പാക്കുമ്പോൾ ഇവിടെ ഒരു റിസ്ക് എലമെന്റായി റൊമേരോ ഷെപ്പേർഡിനെ ഉപേക്ഷിച്ച പകരം തുഷാരയെ ടീമിലെടുക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒരു 90% പോസിബിലിറ്റി കണക്കിലെടുക്കുകയാണെങ്കിൽ തുഷാരയ്ക്ക് പകരക്കാരനായിട്ടായിരിക്കും ജോഷ് ഹേസൽവുഡ് ടീമിലേക്ക് എത്തുക എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ RCBയുടെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഫിൽ സോൾട്ട്, മായങ്ക് അഗർവാൾ, രജത് പാട്ടീദാർ, ജിതേഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ, ലിയാം ലിവിങ്സ്റ്റൺ, റൊമേരിയോ ഷെപ്പേർഡ്, ഭുവനേശ്വർ കുമാർ, യശ് ദയാൽ, ജോഷ് ഹേസൽവുഡ്, സുയാഷ് ശർമ്മ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.